നമസ്കാരം കൂട്ടുകാരെ. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വിഭാഗമാണ് ഈ മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പൊതുവെ മത്സര പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിഭാഗവും ഈ ചൂഷണത്തിനിരയാവുന്നവരാണ്. ഞാനിവിടെ പ്രത്യേകമായിട്ടും കേരള PSC പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മാത്രം. ശരിക്കും ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് അവർ ഇപ്പോൾ ശരിക്കും ചൂഷണത്തിനിരയാവുന്നവർ തന്നെയാണ്. ഈ പോസ്റ്റ് കൊറോണ കാലത്ത് കോച്ചിങ് മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ഇതിനു മുൻപ് കാലങ്ങളിലൊക്കെ PSC കോച്ചിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം കോച്ചിങ്ങുകൾ തന്നെയായിരുന്നു. എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരിട്ട് പോകുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. എന്നാൽ കൊറോണ സമയത്താണ് പുതിയ ഒരു രീതിയിലുള്ള ഒരു പഠനം ഈ മേഖലയിൽ ഉണ്ടാവുന്നത്. മറ്റു പല മേഖലകളിലും ഇങ്ങനെ ഓൺലൈനായിട്ട് ആപ്പുകൾ വഴിയൊക്കെ കോച്ചിങ്ങുകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും PSC എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് ഇത് കടന്നു വരുന്നത് ഈ കൊറോണ കാലത്താണ്. പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം ആളുകളെല്ലാവരും ഓൺലൈൻ കോഴ്സസ് എടുക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, കൊറോണയുടെ ആ ഒരു വലിയ സമയത്ത് ഒരു വലിയ ഡ്യൂറേഷനിൽ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിച്ച് അവർക്കത് ശീലമായി. അപ്പോൾ അങ്ങനെ കൊറോണയ്ക്ക് ശേഷം ഈ രീതിയിൽ ഉള്ള കോച്ചിങ് സെൻറ്ററുകൾക്ക് ബദലായിട്ട് ഓൺലൈൻ കോച്ചിങ് സംവിധാനങ്ങൾ നിലവിൽ വന്നു. ഈ ക്ലാസ് റൂമിൽ പോയി പഠിക്കാനായിട്ട് കഴിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാർ, പിന്നെ ഈ പകൽ സമയങ്ങളിലൊക്കെ മറ്റ് ജോലികൾക്കൊക്കെ പോകേണ്ടവർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ അവസരവുമായിരുന്നു. അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് അവർക്ക് സമയമുള്ളപ്പോൾ അവരുടെ മറ്റു ജോലികളുടെ ഇടവേളകളിലൊക്കെ പഠിക്കാനായിട്ട് അവരെ സഹായിക്കുന്നൊരു രീതി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്നങ്ങ് പടർന്ന് പന്തലിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഓൺലൈൻ കോഴ്സസ് അങ്ങ് ഒരുപാട് വർദ്ധിച്ചു. കഴിഞ്ഞ LDC സമയത്തൊക്കെ ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരുപാടായിട്ടൊന്നും ഇല്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നും കൊറോണ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകളായപ്പോൾ ഇപ്പോൾ ഒരു പുതിയ LDC നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇങ്ങനെ ഓൺലൈൻ കോച്ചിങ്ങുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്ന് തന്നെയാണ് സത്യം. ഇപ്പോൾ ഈ കേരള PSC കോച്ചിങ്ങിലേക്ക് ഒരുപാട് വൻകിട ആപ്പുകൾ കടന്നു വന്നു. കൊറോണ സമയത്തും കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് പേര് കടന്നു വന്നു. ചിലരൊക്കെ ഇപ്പോഴും ആ ഒരു മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. പലരും എന്ത് ചെയ്തു, അവർക്ക് വേണ്ട വിധം ഇവിടെ നിന്നും വരുമാനം ലഭിക്കാതെ വന്നപ്പോൾ പലരും എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു പോയി. അതുപോലെ തന്നെയാണ് ആപ്പുകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയാസ് വഴി കോഴ്സസ് നടത്തുന്ന ആളുകൾ വന്നു. ഇപ്പോൾ ടെലിഗ്രാം വഴിയും വാട്സപ്പ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയും ഒക്കെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അത് ചില വ്യക്തികൾ അല്ലെങ്കിൽ 3-4 പേര് ചേർന്ന് ഒക്കെ നടത്തുന്ന കോഴ്സസും മെറ്റീരിയൽസും ഒക്കെ, ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെ കൊടുക്കുന്ന ധാരാളം ആളുകൾ വന്നു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പുകൾക്ക് വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങനെ ഈ ടെലിഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ക്ലാസ് എടുത്തിരുന്ന പലരെയും ഈ വൻകിട ആപ്പുകൾ അവരുടെ അധ്യാപകരായിട്ട് റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെയും എന്താണ് സംഭവിച്ചത്, ചിലർ വന്നു, അവർക്ക് വേണ്ട വിധം പ്രയോജനം ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ വന്ന പോലെ തിരിച്ചുപോയി. മറ്റു ചിലർ ഇപ്പോഴും കാര്യക്ഷമമായി തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ പഠിപ്പിക്കാം. അതിന് എന്ത് മാധ്യമവും ഉപയോഗിക്കാം. അതിലൊന്നും എന്തില്ല, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ക്ലാസ് കൊടുക്കുന്നതിൽ ഒരു വിമർശനവും ഇല്ല താനും.
പക്ഷേ എൻ്റെ കൺസേൺ ഇവിടെ ഉദ്യോഗാർത്ഥികളോടാണ്. ശരിക്കും ചില ഉദ്യോഗാർത്ഥികൾ, ബഹുഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അവർ ചൂഷണത്തിനിരയാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് അവർ ചൂഷണത്തിനിരയാവുന്നത് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ മേഖലയിലേക്ക് ഈ PSC എന്ന ഒരു ഭരണഘടനാ സ്ഥാപനം വഴി ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹത്തോടുകൂടി ഈ മേഖലയിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ ശരിക്കും എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ പകച്ചു പോകും വിധമാണ് ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്. ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ആപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലിഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് വഴിയൊക്കെ പെയ്ഡ് ക്ലാസ്സസ് എടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥി ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ഇതിന് കൂടെ തന്നെ പറയേണ്ട കാര്യം, സൗജന്യമായി 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സൗജന്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന, സൗജന്യമായിട്ട് മെറ്റീരിയൽസ് നൽകുന്ന, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുപാട് പേര് ഈ ടെലിഗ്രാമിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. അവരുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. അവർ ചെയ്യുന്നത് ഒരു വലിയ സർവീസായിട്ടാണ് അവർ കാണുന്നത്, അല്ലാതെ അവരതിൽ നിന്നും 1 രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ വേറെ ചിലർ അവരെടുക്കുന്ന അധ്വാനത്തിന് പ്രതിഫലം എന്ന രീതിയിൽ ചെറിയ എമൗണ്ട്സ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. അതിലും തെറ്റില്ല. പക്ഷെ എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇതൊരു ബിസിനസ്സാണ്. ഇതുവഴി ലാഭമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നിലവിൽ ഈ മേഖലയിൽ കോച്ചിങ് നൽകുന്നുണ്ട്. അവർ ഈ മേഖല അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു സുപ്രഭാതത്തിൽ ഒരു കോഴ്സ് അങ്ങ് തുടങ്ങും. എന്നിട്ട് കുറച്ച് ഉദ്യോഗാർത്ഥികൾ, പാവം പിടിച്ചവർ ഇത് കാണുമ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവർക്ക് ഒരു PSC പരീക്ഷ എഴുതിയ ഒരു എക്സ്പീരിയൻസ് പോലും ചിലപ്പോൾ ഇല്ലായിരിക്കും. അല്ലെങ്കിൽ എക്സാം എഴുതി അതിൽ നിന്നും അവരൊരു റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാൻ സാധിക്കാത്തവർ വരെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോഴ്സുകൾ നടത്തുന്നുണ്ട്. LDC ക്രാക്ക് ചെയ്യാനായിട്ട് 25 ദിവസത്തെ കോഴ്സ്, 50 ദിവസത്തെ കോഴ്സ്, 100 ദിവസത്തെ കോഴ്സ്, 100 ദിവസം കൊണ്ടല്ലേ, 50 ദിവസം കൊണ്ടല്ലേ, 25 ദിവസം കൊണ്ട് LDCക്ക് വേണ്ട സിലബസ് മുഴുവൻ പഠിപ്പിച്ച് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ കയറ്റും എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ള കുറേ പേര് ഇപ്പോൾ ചുറ്റുപാടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നത്. അവർ തരുന്ന മെറ്റീരിയൽസിലൊക്കെ പലത് കാലഹരണപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലത് വെറും തെറ്റുകളായിരിക്കും. അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്തിടുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആ മെറ്റീരിയലായി ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്ത മെറ്റീരിയൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അയാൾ ആദ്യം വിട്ട് ഈ മെറ്റീരിയൽ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകും. ഉള്ള മാർക്കും കൂടി നഷ്ടമാവുകയും ചെയ്യും. ചിലരുണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരിടുന്ന PDF അടിച്ചു മാറ്റി അവരുടേതാക്കിയിട്ട് നേട്ടം കൊയ്യുന്നവർ. എന്തായാലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നല്ല മെറ്റീരിയൽസ് ഇടുന്ന, നല്ല കോഴ്സസ് എടുക്കുന്ന, അതിപ്പോൾ ഫ്രീ ആയിട്ടായാലും പെയ്ഡായിട്ടായാലും ഒക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർ ഈ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരിടുന്ന മെറ്റീരിയൽസ് നല്ലതുമാണ്. ഞാൻ പേരെടുത്ത് ആരെക്കുറിച്ചും പറയുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും തൽക്കാലം പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾ ഓൺലൈനായിട്ട്, അത് പെയ്ഡ് ആയിക്കോട്ടെ ഫ്രീ ആയിക്കോട്ടെ, കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ആകും വിധത്തിൽ നല്ല കോഴ്സ് സത്യസന്ധമായി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള അധ്യാപകരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ, അത് ആപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി ക്ലാസ്സുകൾ എടുക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ, അവരുടെ കോഴ്സിനെ കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ആരുടെയും പേര് തൽക്കാലം എടുത്ത് പറയുന്നില്ല. അതിന് കാരണം ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് ആർക്കും തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ്. ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിലേക്ക് ആദ്യമായി വരുന്നവർ, ഇതിന് ഒരു മുൻപരിചയം ഇല്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും, എത്ര ആയിരങ്ങൾ വിലയുള്ള റാങ്ക് ഫയൽ മേടിച്ച്
നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെച്ചാലും നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല. 1 മാർക്ക് പോലും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് ഈ PSC കോച്ചിങ് മേഖലയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ല 10 വർഷത്തെ, അല്ല 20 വർഷത്തെ, 50 വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്താൽ എനിക്ക് ഇന്ന് തന്നെ ഇതുവഴി നേട്ടം കൊയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് എനിക്ക് വലിയ മാർക്ക് നേടാനായിട്ട് സാധിക്കും എന്നൊരു മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതുവഴി ഒരു ജോലി കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആ തെറ്റിദ്ധാരണയും മനസ്സിലിട്ട് സ്വപ്നം കണ്ട് അതും താലോലിച്ച് ഇങ്ങനെ ജീവിക്കത്തേ ഉള്ളൂ, തുടർന്നിരിക്കത്തേ ഉള്ളൂ. ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ സ്വന്തമായി അധ്വാനിക്കാതെ എവിടെ പഠിച്ചാലും, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, എന്ത് റാങ്ക് ഫയൽ മേടിച്ച് കയ്യിൽ വെച്ചാലും സ്വന്തമായ അധ്വാനമില്ലാതെ ഒരു കാരണവശാലും ജോലി നേടാനായിട്ട് സാധിക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.